fourth layer of atmosphere, that is the thermosphere. മെസോസ്ഫിയറിന് മേലെ വരുന്ന ലെയറിനെയാണ് നമ്മൾ തെർമോസ്ഫിയർ എന്ന് പറയാം. തെർമോസ്ഫിയർ 80 കിലോമീറ്റർ മുതൽ 640 കിലോമീറ്റർ വരെ ഉള്ളൊരു ഹൈറ്റിലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. മെസോസ്ഫിയറും തെർമോസ്ഫിയറും ഒരു ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ഫേസ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ ഹിയർ ക്യാൻ റൈസ് ആക്ച്വലി അപ് ടു 1700 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ടെമ്പറേച്ചർ ആവാം. അങ്ങനെയാണെങ്കിൽ പോലും എയർ ഇസ് എക്സ്ട്രീംലി തിൻ അല്ലേ? കാരണം അങ്ങനെയാണല്ലോ, ചൂട് കൂടുന്നോറും ഇപ്പോൾ പ്രഷർ എയർ പ്രഷർ എന്താ? അതിപ്പോൾ പ്രഷറാണ്. എയർ പ്രഷർ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ എത്ര എയർ തിങ്ങി നിൽക്കും, ദാറ്റ് ഇസ് കോൾഡ് എയർ പ്രഷർ. നല്ല ചൂടാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഈ എയറൊക്കെ എന്താവും, മേലോട്ട് പോകും അല്ലേ? അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇതിൻ്റെ ഇടയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ സ്പേസ് കൂടും. ആൻഡ് ദെൻ ബിക്കംസ് ഒരു ലോ പ്രഷർ ഏരിയ ആവും. ഇതന്നെ ഇവിടെ നടക്കുന്നത്. എയർ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീംലി തിന്നാണേ. ആൻഡ് മോളിക്യൂൾസ് അപ്പോൾ ഭയങ്കര രീതിക്ക് ഫാർ അപ്പാർട്ടായിരിക്കും, തിങ്ങി നിൽക്കില്ല, ഭയങ്കര ലോ പ്രഷർ ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ വിട്ടാൽ നിൽക്കുക. ഈ ഒരു ഇൻറ്റൻസ് ഹീറ്റ് കുഡ് ബി ഫെൽറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻ സ്കിന്നിന് ആ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഫേസ് കിട്ടില്ല. കാരണം എന്താ, കുറച്ച് പാർട്ടിക്കിൾസ് ഉള്ളൂ അവിടെ, എന്തിന്, നമുക്ക് ആ ചൂട് ട്രാൻസ്ഫർ ചെയ്ത് തരാനായിട്ട്. അതുകൊണ്ട് അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്നതിൽ അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്, ഒരു റീജിയൻ ഉണ്ട്. അവിടെയാണ് സോളാർ റേഡിയേഷൻ അയണൈസ് ചെയ്യുക ഗ്യാസ് മോളിക്യൂൾസുമായിട്ട്. അതുവഴി ഒരുപാട് ചാർജ് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാക്കും. ഈ അയണോസ്ഫിയർ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതിന് ഈ റേഡിയോ വേവ്സിന് നമ്മുടെ എർത്തിലേക്ക് റിഫ്ലക്ട് ബാക്ക് ചെയ്യുകയും അതുവഴി സിഗ്നൽസ് എല്ലാം നമ്മുടെ കയ്യിൽ എത്തുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മെയിനായിട്ട്. പിന്നെ അതിലൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫിനോമിന അവിടെ നടക്കുന്നത്. ദാറ്റ്സ് കോൾഡ് അറോറാസ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡാൻസിങ് സ്കൈയിലെ കളർഫുൾ ആയിട്ടുള്ള സ്കൈ കാണാൻ പറ്റുന്ന, അതും തണുപ്പുള്ള റീജിയൻസിലായിരിക്കും മോസ്റ്റ്ലി ഇത് കാണുക. അതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, സോളാർ വിൻഡ് അടിക്കുമല്ലോ, സൂര്യനിൽ നിന്ന് സോളാർ വിൻഡ് അടിക്കുന്ന സമയത്ത് അത് ആ സോളാർ വിൻഡ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതുവഴി അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് വളരെ ഡാസ്ലിംഗ് ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള ലൈറ്റ് പോളാർ സ്കൈ, തണുപ്പുള്ള റീജിയനിലുള്ള പോളാർ സ്കൈയിൽ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയാണ് ഈ പറയുന്ന അറോറാസ് ഫോം ചെയ്യുന്നത്. എന്താ സംഭവം, അതായത് സണ്ണിൻ്റെ സോളാർ വിൻഡ് നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ അടിക്കും. ഇത് ഇൻട്രാക്ട് ചെയ്യും ആരുമായിട്ട്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതുവഴി അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഡാസ്ലിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഓഫ് ദ കളർഫുൾ ലൈറ്റ് പോളാർ സ്കൈകളിൽ ഡിസ്പ്ലേ ചെയ്യും. അത് രണ്ട് ടൈപ്പിലുണ്ട്. നോർത്ത് പോളിലാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് നോർത്തേൺ ലൈറ്റ്സ്, അറോറ ബൊറൈലിസ് എന്ന് പറയും. സദേൺ ആണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഓസ്ട്രാലിസ്, അറോറ ഓസ്ട്രാലിസ്. സോ തെർമോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, തെർമോസ്ഫിയറിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഈ അറോറാസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് പറയുന്നത് എന്താ, റേഡിയോ ആക്റ്റീവ് അല്ലെ, റേഡിയോ വേവ്സിനെ തിരിച്ചു എർത്തിലേക്ക് വിടും. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കുന്ന ഒരു ലെയറാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്.